നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. വെറും 30 മിനിറ്റ് കൊണ്ടിട്ടാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ടൊന്ന് പോയാലോ? നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് വറുത്ത റവയും 1 കപ്പ് തൈരും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഒരു 1/2 മുതൽ 1/4 കപ്പോളം വെള്ളവും ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ഇതിന് റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. ഈ റവയൊക്കെ ഒന്ന് സോക്കായി കിട്ടിയാലേ നമ്മുടെ ഇഡലി ഉണ്ടല്ലോ നല്ല ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ബാറ്റർ റെഡിയാക്കാൻ വെക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം നമുക്ക് വെറുതെ കളയണ്ട. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കൂട്ടാനുള്ള നമുക്ക് ചട്നി റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങയും ചെറിയ ഉള്ളി പച്ചമുളകും ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ച് കടുകും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ചട്നിയുടെ മിക്സ് ഇട്ടിട്ട് അല്പം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഇഡലിക്ക് ഏറ്റവും നല്ല കോംബോ എന്ന് പറയുന്നത് ചട്നിയാണ്. ഇനി നമ്മുടെ ഇഡലിയുടെ ബാറ്ററിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ഒന്ന് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഒരു ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു 1/2 കപ്പോളം മതിയാകും. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ഒരു ചട്നിയും കൂടെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നിയും കൂടെ പ്രിപ്പയർ ചെയ്യാം. അതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷം ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ആഡ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്ത് സോൾട്ട് ആഡ് ചെയ്തതിനു ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അത് നമുക്ക് ചൂടാറി വരുമ്പോഴത്തേക്കും ഒരു മിക്സിയിലോട്ടിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും ചേർത്ത് മാത്രം താളിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ടൊമാറ്റോ ചട്നി റെഡിയാണ്. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഒരു താളിപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ ഉഴുന്നൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് അതവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ റവയുടെ ബാറ്ററിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും മല്ലിയിലയും അതുപോലെ നമ്മുടെ താളിപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേ നമുക്ക് വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കിൽ നമ്മുടെ സാധാ ഇഡലിയുടെ ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കാനായിട്ട് അല്പം വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ അത് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പൊ നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ അത് ഓവർ ലൂസായോ അല്ലെങ്കിൽ ഓവർ ടൈറ്റ് ആയോ പോകരുത്. നമ്മുടെ ഇഡലിയുടെ സോഫ്റ്റ്നെസ്സും ഫ്ലഫ്നെസ്സും ഒക്കെ അങ്ങ് നഷ്ടപ്പെടും. ഇനി നമുക്ക് ഗ്രീസ് ചെയ്തേക്കുന്ന ഇഡലി തട്ടിലേക്ക് ഈ ബാറ്റർ കോരി ഒഴിക്കാം. എല്ലാ തട്ടും നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഇത് ഫില്ല് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ സ്റ്റീമർ അവിടെ ആവി കയറാനായിട്ട് വെച്ചേക്കണം. ഇനി ആ സ്റ്റീം വന്നേക്കുന്ന ഇഡലി തട്ടിലേക്ക് നമുക്ക് ഈ തട്ടുകൾ ഓരോന്നും ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 10 അല്ലെങ്കിൽ 12 മിനിറ്റ് അതിൽ കൂടുതൽ ഇത് നമ്മൾ കുക്ക് ചെയ്യാനോ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഡലി നല്ല ഹാർഡായിട്ടും പോകും. അപ്പോൾ നമ്മുടെ 10 മിനിറ്റിന് ശേഷം നമ്മുടെ പൂ പോലത്തെ ഇഡലി ഉണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 തരത്തിലുള്ള ചട്നിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. ഇത് ഈ കാണുന്നത് പോലെ തന്നെ അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. അപ്പം ഇത് നമുക്ക് കുറച്ച് ചൂടോടെ തന്നെ കഴിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളെല്ലാം അറിയിക്കണം. അടുത്ത നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസിപ്പി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഏതാണെന്നൊന്ന് കമന്റ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.